ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണെന്ന് പലപ്പോഴും ഞാൻ മോർണിംഗ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. സമയമാണ്. സമയം. ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ് എന്ന് വിവരമുള്ള ആൾക്കാർ പറയും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഒരാളെങ്കിലും ഉണ്ടാകും എപ്പോഴും ഒരു 10 മിനിറ്റ് നേരത്തെ സംഭവ സ്ഥലത്തെത്തും. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ എപ്പോഴെത്താൻ പറഞ്ഞാലും അവർ ഏറ്റവും കുറഞ്ഞത് ഈ 10 മിനിറ്റിന് മുമ്പ് എത്തിയിരിക്കും. ആദ്യമൊക്കെ എല്ലാവരും അവരെ പ്രശംസിക്കും. പിന്നെ അതൊരു തമാശ. എല്ലാവരും കൃത്യസമയത്തെത്തണം, നീ മാത്രം കുറച്ച് വൈകി വന്നാൽ മതി എന്ന് ഇവനെ നോക്കി പറയുകയും ചെയ്യും. കാര്യം നേരത്തെ വന്ന് പാളിനായിട്ട് അവിടെ ഇരിക്കും. അതാണ് പ്രശ്നം. സംഗതി തമാശയൊക്കെ ആണെങ്കിലും എല്ലായിടത്തും പറഞ്ഞ സമയത്തേക്കാൾ നേരത്തെ എത്തുന്ന മനുഷ്യർ ചില ശിക്ഷകൾ നേരിടുന്നുണ്ട്. അത് മറ്റുള്ളവരെ കാത്തങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. കാര്യം ചില ആൾക്കാർ ഈ കൃത്യസമയത്ത് വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറായിട്ടും അവരെ കാണില്ല. അപ്പോൾ ഈ 10 മിനിറ്റ് മുന്നേ വന്ന ആളുകൾ അവനെ കാത്തിരിക്കേണ്ടി വരും. അരമണിക്കൂർ ചിലപ്പോൾ അരമണിക്കൂറിനൊക്കെ എത്തുമെന്നായിരിക്കും ചിലപ്പോൾ വിളിച്ചു പറയും. ഇടയ്ക്കൊന്ന് വിളിച്ചു പറയുമല്ലോ. അത് ചിലപ്പോൾ നീണ്ടു പോയി 5 മണിക്കൂറായി വളർന്നു എന്നും വരാം. അപ്പോൾ ചില ആൾക്കാരുണ്ട് കൃത്യം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കുറച്ച് സമയം എടുക്കും. ആ കുറച്ച് സമയം എന്നൊക്കെ പറഞ്ഞാൽ 2 മണിക്കൂറാവും. എല്ലായിടത്തും നേരത്തെ എത്തുന്നവരായതുകൊണ്ട് തന്നെ അവരെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. രാവിലെ 10 മണിക്ക് ഓഫീസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 9:45 തന്നെ മീറ്റിംഗ് ഹാളിൻ്റെ മൂലയ്ക്കൽ അവരെ കാണാം. രാവിലെ 5 മണിക്ക് യാത്ര പോകാമെന്ന് പറഞ്ഞാൽ 7:30 വരെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വരുന്നവരുടെ സങ്കടം ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാർ ഒരിക്കലും മനസ്സിലാക്കില്ല. പരസ്പരം കാണാമെന്ന് പറഞ്ഞ കോഫി ഷോപ്പിൽ ആദ്യമെത്തി അടുത്തയാൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ നിങ്ങൾ? 5 മിനിറ്റ് കൂടുമ്പോൾ വെയിറ്റർ വന്ന് ചോദിക്കും, എന്താ വേണ്ടേ? ഒരാളോട് വരാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മടുക്കും. പറഞ്ഞ് മടുക്കും. വെയിറ്ററൊക്കെ മടുക്കും. ഇറങ്ങിപ്പോയാലോ എന്ന് വരെ നമ്മൾ ആലോചിച്ചെന്ന് വരും. സമയം പാലിക്കുന്നതിനെക്കുറിച്ച് ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ പ്രസിദ്ധമായ വരിയുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ സമയകൃത്യതയിൽ വിശ്വസിക്കുന്നു, എന്നാൽ അതെനിക്ക് ഏകാന്തത മാത്രമാണ് നൽകുന്നത്. സത്യം അതാണ്. മനുഷ്യരെ കാത്തു നിർത്തുന്നത് വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാകാത്തവരാണ് വലിയ ശതമാനം ആളുകൾ നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളെ കാത്തിരിക്കുന്നവരെ കുറിച്ച് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം. എപ്പോഴും വൈകി വരുന്നത് ചിലപ്പോഴൊക്കെ കുറച്ച് പശ്ചാത്തലവും വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. എനിക്കും ഈ ലേറ്റായി ചെന്നതുകൊണ്ട് പലപ്പോഴും ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏഷ്യാനെറ്റ് ചെയർമാനായ ഡോക്ടർ റെജിമെന്ന് പറഞ്ഞിട്ട് സമയം താമസിച്ച് ചെന്നിട്ട് എനിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ശരിക്കും ജീവിതത്തിൽ സമയത്തിൻ്റെ വില എന്താണെന്ന് പഠിപ്പിച്ചത്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരിക്കൽ ഞാൻ പതിവ് പോലെ ലേറ്റായി ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ഫോർ യു എന്നാണ് പറയുന്നത്. എൻ്റെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനു നഷ്ടപ്പെടുത്തണം എന്ന ചോദ്യം എൻ്റെ തലയിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു.